ഹായ്, എൻ്റെ പേര് അഷ്ല റസാഖ്. എനിക്കിപ്പം നിങ്ങൾ കുറച്ച് പേർക്കെങ്കിൽ എന്നെ അറിയാൻ മതിയാവും. ഈ മാസ്കാണ് എൻ്റെ ഐഡൻറ്റിറ്റി. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ 2 പേജും അതുപോലെ യൂട്യൂബിലും കൂടെ ഉണ്ട്. ഫുഡ് ബ്ലോഗറാണ്, അതുപോലെ ഒരു ബൈക്ക് റൈഡറാണ്, പിന്നെ പെറ്റിൻ്റെ സ്ട്രേ ആനിമൽസിനെയൊക്കെ കെയർ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് എന്നെ അറിയാം. അപ്പം നമ്മളിവിടെ വന്നത് നമ്മളെ എന്താ പറയുക കിക്കിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ്, ഒരു മീറ്റപ്പാണ്. ഒരുപാട് എക്സൈറ്റഡ് ആണ് ഇവിടെ വന്നതിൽ. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നമുക്കൊരു കമ്മ്യൂണിറ്റി, അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ളൊരു വിങ്ങാണ് ആക്ച്വലി ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഐ എം വെരി എക്സൈറ്റഡ്. ഇനി എന്താവും നമുക്ക് കാണാം. ഇന്നിവിടെ ഒരു കേരള ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് നടക്കാൻ പോകുന്നത് ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് എത്താൻ പോകുന്നത് പ്രേക്ഷകരിലേക്ക്? അല്ലെങ്കിൽ ഇത് നമ്മൾ ശരിക്കും മീറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇന്നാണ് നമ്മൾ അവർ ID കാർഡ് വിതരണം നടത്തുന്നത്. അതുകൂടാതെ 114ഓളം നമ്മുടെ മെമ്പേഴ്സ് ഉണ്ട് ഇവിടെ. പിന്നെ എല്ലാവരും ഗസ്റ്റ് ആ പരിഗണനയാണ് നിങ്ങൾ വരുന്ന വഴിയിൽ കണ്ട്. ഞങ്ങളുടെ ഓരോരുത്തരും ഗസ്റ്റാണ്, ഓരോരുത്തരും പരിഗണിക്കപ്പെട്ടവർ. അതെ ഞങ്ങളുടെ മെമ്പേഴ്സ് ഓരോരുത്തരും ഉണ്ട്. അതെ അതങ്ങനെ വന്നതാണ്. ഇതിന്റെ ഔദ്യോഗികമായിട്ട് പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാവരെയും ഓൾറെഡി നമ്മൾ തെരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നായിരിക്കുമോ? അല്ലല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് കഴിഞ്ഞാണ്. ഞാനതിൻ്റെ ട്രഷററാണ്, കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ട്രഷററാണ്. മൊയ്നുദ്ദീൻ എന്ന പേര്, എൻ്റെ ചാനലിൻ്റെ പേര് മൊയ്നൂസ് വ്ളോഗ്സ്. യൂട്യൂബിലൂടെ ഭയങ്കര ഫെമിലിയർ ആണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പം ഞങ്ങൾ ഇനി എക്സൈറ്റഡ്, കാരണം സെലിബ്രിറ്റീസിനൊക്കെ ഒരു സംഘടന പോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സിനും ഇനി എന്ത് കാര്യങ്ങൾക്കും ഞങ്ങൾക്കും ചോദിക്കാൻ ആൾക്കാരുണ്ടെന്ന്. തീർച്ചയായും അവഗണിക്കപ്പെടല്, അതേപോലെ തന്നെ വേട്ടയാടപ്പെടലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്തെങ്കിലും കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ 100 ആൾക്കാരെ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ റാൻഡംലി നമ്മൾ എടുത്തത്? ഇല്ല, നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം മിനിമം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള കണ്ടൻസ് ഇടുന്നവർ, നമ്മൾ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാർ, അതുപോലെ തന്നെ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന പറഞ്ഞാൽ അതുപോലുള്ള മെസ്സേജ് പാസ് ചെയ്യുന്നവരൊന്നും ഞങ്ങൾ അടുപ്പിക്കില്ല. അവരൊന്നും ഞങ്ങൾ ഇൻഫ്ലുവൻസറായിട്ട് പരിഗണിച്ചിട്ടില്ല. അവർ ഇൻഫ്ലുവൻസർ അല്ലല്ലോ, നന്മ ചെയ്യുന്നവർ. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കഴിഞ്ഞ വയനാട് ദുരന്തത്തിൽ, ആ ഒരു ഡിസാസ്റ്ററിൽ ഞങ്ങളെന്താ അറിയോ, 4 ചുമരിൽ വെറും കഥാപ്രസംഗം നടക്കുന്ന ആൾക്കാരല്ല, ഞങ്ങളും ഇറങ്ങി പ്രവർത്തിക്കാനുണ്ട് എന്നുള്ളത്. അതാണ് ആ കണ്ടത്. ഞങ്ങൾ ഒരാഴ്ചയോളം അതിൻ്റെ പിന്നിലായിരുന്നു. 31 വണ്ടികളോളം സാധനങ്ങൾ ഞങ്ങൾ സ്വന്തമായിട്ട് കൊണ്ടുപോയി വിതരണം ചെയ്തു എന്നുള്ളതാണ്. തീർച്ചയായും ഓരോ ചാനലുകളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത്രയധികം ഒരു സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് കൂടി കഴിഞ്ഞാൽ, നന്മ ചെയ്യുന്നത് ഒരിക്കലും ഈ പറയുന്ന മാതിരി തന്നെ നമ്മൾ മെയിൻ സ്ട്രീം ചാനലുകൾ തന്നെ പറയാം, എല്ലാവരും അടിച്ചാക്ഷേപിക്കല്ല. എങ്കിലും യൂട്യൂബർ എന്നതിൽ എന്തെങ്കിലും ഒരു ചെറിയ പഴുതുണ്ടെങ്കിൽ കൊട്ടി ആഘോഷിക്കും. നന്മ ഉണ്ടാവില്ല, നന്മ പറയണമെന്നില്ല, പക്ഷേ എങ്കിലും അവർ യൂട്യൂബറാണ്. ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്ത ആളുണ്ടെങ്കിൽ ആ യൂട്യൂബർ കാറ്റഗറി പെടുത്തും. ഇനി അതല്ല, കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റീൻ്റെ അണ്ടറിൽ കേഡറ്റ് സംവിധാനത്തിൽ വളരെ ഉഷാറായിട്ട് നമ്മൾ ചെയ്തു പോകുന്ന ഒരു പരിപാടിയുണ്ട്. ഞങ്ങളത് വളരെ ഇതായിട്ടാണ് ഇതുവരെയും ചെയ്തിട്ടുള്ളത്. ജനാധിപത്യപരമായിട്ട് വർഷം ഇലക്ഷനും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഉഷാറായിട്ട് പോകുന്നത്. തീർച്ചയായും താങ്ക് യു.